ജയരാട്ടൻ നല്ലൊരു കൃഷിക്കാരൻ കൂടിയാണ്. അപ്പോൾ നമുക്കിനി ജയരാട്ടൻ്റെ പൂന്തോട്ടത്തിലേക്കൊന്ന് പോയി നോക്കാം. ചെണ്ടുമല്ലി ഇത് സർക്കാരിൽ നിന്ന് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ദിരയാണ് ഇതിൻ്റെ ആൾ, തോട്ടത്തിൻ്റെ ആൾ. എല്ലാം ഇവർ മാനേജ് ചെയ്യുന്നതാണ്. എനിക്കിതായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. എന്താ ഈ കല്യാണത്തിന് ശേഷം ജയരാട്ടനൊപ്പം ആയതിനു ശേഷമൊക്കെയുള്ള ഓണാഘോഷം എങ്ങനെയായിരുന്നു? കല്യാണത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരാണ് പെൺമക്കൾ നാട്ടിലുള്ളത്, ചേട്ടന്മാരില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ. ചില സമയത്ത് അമ്മ പറയും ഇവിടെ ആക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി അമ്മ, അച്ഛൻ, അമ്മമ്മ, ഞങ്ങളെല്ലാവരും മക്കളും. അത് ശരിക്കും ആഘോഷമാണ്. പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായപ്പോൾ പിന്നെ അതങ്ങ് സ്പ്ലിറ്റായി. മറ്റ് ചെറിയ കുട്ടികളല്ലേ, ഇപ്പോൾ പിന്നെ എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ ഓണായി. പക്ഷേ ഓണം, വിഷു എന്ന് പറയുന്ന 2 സാധനം 2 ദിവസവും വീട്ടിൽ തന്നെ ഉണ്ടാവും, എവിടെയും പോവില്ല. ഓണത്തിന് വരുന്നോണ്ടും അല്ലേ? അതെ, അതൊരു സന്തോഷം. കാരണം ചിലപ്പോൾ രാഷ്ട്രീയക്കാരെ കിട്ടാറില്ലാത്ത വിഷമം അങ്ങനെയില്ല. അതൊന്നും ഈ ദിവസങ്ങളിലില്ല. സിനിമ എങ്ങനെ കാണാറുണ്ടോ? ഞാൻ വളരെ കുറവാണ്. ഞാൻ സിനിമ വളരെ കുറവാണ്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്തത് ഞാൻ ആരോടോ പറഞ്ഞു, അത് പുലിമുരുകനാന്ന് തോന്നുന്നു അവസാനം കണ്ടത്. അത് മോഹൻലാൽ പറഞ്ഞുകൊണ്ട് ഞാൻ പോയി കണ്ടൊരു സിനിമയാണ് പുലിമുരുകൻ. അപ്പോൾ അങ്ങനെ ഓണത്തിന് സിനിമ കാണാൻ പോകുന്ന പരിപാടിയൊന്നുമില്ല? അങ്ങനെ ഒരു പരിപാടി അല്ല. സാധാരണ തന്നെ സിനിമ കാണുന്നത് വളരെ കുറവാണ്. ഈ അതിൻ്റെ കാരണം വെച്ചാൽ സിനിമയിൽ കാണുന്ന കാര്യങ്ങളും ജീവിതവുമായി പലപ്പോഴും പൊരുത്തമില്ലാത്തതാണെന്ന് എൻ്റെ മനസ്സ് തന്നെ പറയും. ഇപ്പോൾ ഒരു അടി നടക്കും, ഒരു 5-8 ആൾ വന്നിട്ട് ഒരാളെ പിടിച്ചടിക്കുന്നു. ആ 8 ആൾ ഇയാളെ തിരിച്ചടിച്ച് ഓടിച്ച് ഇയാൾ മുണ്ടും മാടിക്കെട്ടി ഇട്ടിരിക്കുന്ന ചെരുപ്പുമായിട്ട് പോകും. അത് കണ്ടാൽ നിന്നെടുത്ത് അനങ്ങൂല, അത് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. റെഡിയായി തിരക്കിട്ട് പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും അടി കണ്ടുപോയി അപ്പം സ്റ്റോപ്പായി. പിന്നെ അത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും. എന്നിട്ട് പറയും ഇതെന്തടി. അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തമില്ലാത്ത ചിത്രീകരണങ്ങൾ വരുമ്പോൾ അടി കാണാൻ അതിൻ്റെ ഒരു രസമാണ്. ബാക്കി കാര്യങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുക. ഇപ്പം എന്തൊക്കെ കൃഷി ഇവിടെ ശരിക്കും ഒരുപാടുണ്ടോ? അതെ, ഞാൻ പച്ചക്കറി, എല്ലാതരം പച്ചക്കറിയും നടും. പയറ്, പാവല്, പിന്നെ പീച്ചിങ്ങ, പടവലം, കേബേജ്, ക്യാരറ്റില്ല, കോളിഫ്ലവർ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാറുണ്ടോ? അതോ നവംബർ മുതൽ മെയ് വരെ വാങ്ങിക്കില്ല. ചേട്ടാ, ഇപ്പോൾ അച്ഛനെ രാഷ്ട്രീയ തിരക്കിനിടയിൽ പലപ്പോഴും വീട്ടിൽ കിട്ടാറില്ലല്ലോ. അപ്പോൾ ഓണത്തിനാണോ കൃത്യമായി വരുന്നതും കാണാനും സംസാരിക്കുന്നത്? ഓണം, വിഷു ഈ 2 ദിവസങ്ങളിലാണ് ശരിക്കും. അപ്പോൾ അച്ഛൻ എന്തായാലും 2 ദിവസം ഇവിടെ തന്നെ കാണും, നമ്മളും എല്ലാവരും കാണും. ഞാൻ മുന്നേ ദുബായിലൊക്കെ ആയിരുന്നപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളെല്ലാവരും കൂടെ ഇവിടെ വന്ന് ഇവിടെ ഒത്തുകൂടും. അപ്പോൾ ആ ഒരു ഓണം, വിഷുവാണ് കാര്യമായിട്ട് സ്ഥിരമായിട്ട്. പിന്നെ പായസം നമ്മളെല്ലാവരും, ഇപ്പം എൻ്റെ അച്ഛൻ്റെ ഒക്കെ ഏറ്റവും ഫേവററ്റ്. അപ്പോൾ ആ സമയം അമ്മ ഉണ്ടാക്കുന്നത്, ഇത് കുറേ പണിയാണല്ലോ പായസമൊക്കെ ഉണ്ടാക്കില്ല. അപ്പോൾ ആ സമയം എന്തായാലും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും ഇ.പി. ജയരാജൻ ഓണ ദിവസവും വിഷു ദിവസവും വീട്ടിൽ തന്നെ ഉണ്ടാകും. കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഏതായാലും എല്ലാവിധ ഓണാശംസകളും. എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.